അമിത്ഷയും നരേന്ദ്രമോദിയും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം സയനൈഡും രാജവെമ്പാലയുടെ വിഷവും ചേരുന്ന ഒരു സങ്കലനം മാത്രമാണ്. ഇപ്പോൾ വർഗീയതക്കെതിരായ നിലപാടെടുക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ അതൊരു പ്രത്യേകതയാർന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അവർ നിൽക്കുന്നത്. അതൊന്നും കേരളത്തിൽ വിലപ്പോവുകയില്ല. മുതലക്കണ്ണീരും മോഡിക്കണ്ണീരും കേരളത്തിൽ വിലപ്പോവുകയില്ല. അതിൻ്റെ ഒരു പഴയ കാലത്തിൻ്റെ നമ്മൾ പറയുന്ന ഒരു മുതലക്കണ്ണീരിൻ്റെ രീതിയാണ് ഇന്ന് മോഡി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു കാര്യം പറയുമ്പോൾ ഇന്ത്യയുടെ ജനങ്ങൾക്ക് ഒരു പുച്ഛവും അവജ്ഞയും ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. ആ പ്രധാനമന്ത്രി പദത്തിൻ്റെ ഒരു ഔന്നത്യമുണ്ട്, അദ്ദേഹം കാത്തു പുലർത്തേണ്ടതാണ്. പക്ഷേ എന്നാൽ സങ്കുചിതമായ വർഗീയ വികാരത്തെ ഇളക്കി വിട്ടിട്ടാണ് ഇതിനെല്ലാം മറപിടിക്കാൻ വേണ്ടി അദ്ദേഹം നോക്കുന്നത്. യാഥാർത്ഥ്യങ്ങളിലേക്ക് അതിവേഗം കുതിച്ചു കയറുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അവർക്ക് ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയും ഉൾക്കൊള്ളുകയും ചെയ്യും. മുതല നാണിക്കുന്ന കണ്ണീരാണ് മോഡി ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. മുതലക്കണ്ണീർ തോറ്റുപോകും, മോഡിക്കണ്ണീർ കൊണ്ടുകാണ്. മുതലക്കണ്ണീരിനെ തള്ളിക്കളയുന്ന കേരള ജനങ്ങൾ മോഡിക്കണ്ണീരിനെയും തള്ളിക്കളയും. തീ തുപ്പുന്ന വർഗീയതയ്ക്ക് വേണ്ടി മാത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പലയിടങ്ങളും സന്ദർശിക്കുന്നത്. കേരളത്തിലേക്ക് എത്തുമ്പോൾ വർഗീയതയ്ക്കപ്പുറത്തേക്ക് അങ്ങേ അറ്റത്തെ ഒരു വിഭാഗീയത അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ കാണാറുണ്ട്, വാക്കുകളിൽ കാണാറുണ്ട്. അതുതന്നെയാണ് വീണ്ടും ഇപ്പോൾ തിരുവനന്തപുരത്ത് നമ്മൾ വീണ്ടും കേട്ടിരിക്കുന്നത്. ഇന്ത്യ എന്ന ഒരു രാജ്യത്തിൻ്റെ നമ്മുടെ ഒരു ഫെഡറൽ സംവിധാനത്തിനകത്തെ കേരള എന്ന സംസ്ഥാനത്തോട് അങ്ങേയറ്റത്തെ അവഗണനയാണ് ഈ പ്രധാനമന്ത്രി കാട്ടുന്നത്. വയനാട്ടിൽ വന്ന് അദ്ദേഹം നടത്തിയ നാടകത്തിൻ്റെ കാര്യം കേരളം മറന്നിട്ടേ ഇല്ല. എന്നിട്ട് ആ കാര്യമെല്ലാം മറന്നിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്നിട്ട് മത്സ്യത്തൊഴിലാളികളെക്കുറിച്ചും കർഷകരെക്കുറിച്ചും കണ്ണീരെടുക്കുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മിനിമം വയനാട്ടിലെടുത്തു വെച്ച് ലാളിച്ച ആ കുഞ്ഞിനോടെങ്കിലും നീതി പുലർത്താൻ ഈ മനുഷ്യന് കഴിയേണ്ടതായിരുന്നു എന്നാണ് ഈ കേരളം കണക്ക് കൂട്ടുന്നത്, ഇന്ത്യ ആഗ്രഹിക്കുന്നത്. സാധാരണ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും പറ്റിച്ചിട്ട് കടന്നു പോകുന്ന ഒരു പ്രധാനമന്ത്രി വന്നു പറയുന്ന ഇത്തരം വാക്കുകൾക്ക് ആ വാക്കിൻ്റെ വില പോലും ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ എത്രമാത്രം വർഗീയത ആളിക്കത്തിക്കാൻ കഴിയുമോ എന്നാണ് അവരെല്ലാം നോക്കുന്നത്. അമിത്ഷയും ഇതേപോലെ തന്നെയാണ് വന്നിട്ട് പോകുന്നതെല്ലാം. അമിത്ഷയും നരേന്ദ്രമോദിയും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടാസ്യം സയനൈഡും രാജവെമ്പാലയുടെ വിഷവും ചേരുന്ന ഒരു സങ്കലനം മാത്രമാണ്. ആ വർഗീയതയുടെ വിഷത്തിന് കേരളത്തിൽ ഒരിക്കൽ പോലും വേരോട്ടം ഉണ്ടാവുകയില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. ആ വർഗീയതയുടെ രീതിയെ കേരളത്തിൽ തടഞ്ഞു നിർത്തുന്നത് കേരളത്തിലെ ഇടതുപക്ഷമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേകത. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റിനെ എങ്ങനെയെല്ലാം ദുർബലപ്പെടുത്താൻ കഴിയുമെന്നുള്ള വളരെ വലിയൊരു പരീക്ഷണശാലയുമായിട്ടാണ് ഇന്ന് BJPയും സംഘപരിവാറും നിൽക്കുന്നത്. അതിൻ്റെ ജൽപ്പനങ്ങൾ മാത്രമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയിൽ നിന്നും ഉണ്ടായത്. അങ്ങേയറ്റം പ്രതിഷേധാർഹമായ കാര്യങ്ങളാണ് ഇവർ സ്വീകരിക്കുന്നത്. കേരളത്തിന് ലഭ്യമാകേണ്ടുന്ന പണം പോലും നൽകാതിരിക്കുകയും കേരളത്തിലെ കർഷകരിൽ നിന്ന് സംഭരിച്ച നെല്ലിൻ്റെ പൈസ കേരളം കൊടുത്തതാണ്. 1200 കോടി രൂപ കേരളം കൊടുത്തു കഴിഞ്ഞതാണ്. ആ പൈസയ്ക്ക് മുകളിൽ അടയിരിക്കുന്ന, അത് തരാതിരിക്കുന്ന ഒരു ഭരണകൂടത്തിൻ്റെ തലവൻ വന്നു നിന്നിട്ടാണ് കേരളത്തെ ഇത്തരത്തിൽ കുറ്റപ്പെടുന്നത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ, സത്യസന്ധതയുണ്ട് എന്ന് വരുന്നില്ല, കർഷകരോട് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അദ്ദേഹം ഈ പണം അനുവദിക്കുന്ന കാര്യത്തിൽ പ്രകടിപ്പിക്കേണ്ടതാണ്. ഇന്ത്യയിലെ കർഷകരോട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ആ പാർട്ടിക്കും യാതൊരു പ്രതിപത്തിയുമില്ല എന്നുള്ളതും 3 നിയമങ്ങൾ ഇന്ത്യയിൽ കൊണ്ട് അവതരിപ്പിച്ചപ്പോൾ ഇന്ത്യക്ക് ബോധ്യപ്പെട്ടതാണ്. പതിനായിരക്കണക്കായ മനുഷ്യരെ ഡൽഹിയുടെ തെരുവുകളിലേക്ക് സമരത്തിലേക്ക് ആനയിച്ചു കൊണ്ടുവരുന്ന നേരത്തിലേക്ക് അവരെ കൊല്ലാക്കൊല ചെയ്യുന്നതിലേക്ക് എത്തിയ ഒരാളാണ് കർഷക പ്രേമം വന്നതെന്ന് നമ്മുടെ മുമ്പിൽ പറയാൻ നിൽക്കുന്നതെല്ലാം. ഇത് വാസവത്ത് നടത്തുന്ന ചാരിത്ര പ്രസംഗത്തേക്കാൾ അപമാനകരമായ ഒന്നാണെന്ന് മാത്രമേ ഇതേപ്പറ്റി പറയാനുള്ളൂ. ടെലഗ്രാഫ് പത്രത്തിൽ മുൻവശത്ത് ഒരു മുതലക്കണ്ണീരിൻ്റെ ചിത്രം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ വിനയ വിഷയവും അത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ കർഷകരെയൊക്കെ അവഗണിക്കുന്നു എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ സമരമൊക്കെ നടത്തിയ ചിത്രം മുന്നിലുണ്ട് എന്നുള്ളതാണ്. കേന്ദ്ര വിഹിതം പലപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നിലവിൽ തന്നെ 2020 ഏറ്റവും കൂടുതൽ 25% സംസ്ഥാനത്തിൻ്റെ കേന്ദ്ര വിഹിതം കുറച്ചിരിക്കുകയാണ്. ഇത് 3 വർഷത്തിനുള്ളിൽ 10% കുറച്ചു എന്നുള്ളതാണ്. മുതല നാണിക്കുന്ന കണ്ണീരാണ് മോഡി ഇന്ന് അവതരിപ്പിച്ചിരിക്കുന്നത്. മുതലക്കണ്ണീർ തോറ്റുപോകും, മോഡിക്കണ്ണീർ കൊണ്ടുകാണ്. മുതലക്കണ്ണീരിനെ തള്ളിക്കളയുന്ന കേരള ജനങ്ങൾ മോഡിക്കണ്ണീരിനെയും തള്ളിക്കളയും. മോഡിക്ക് ഇന്ത്യയിലെ കർഷകരോട് യാതൊരു താല്പര്യവുമില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കേരളം ഇന്ത്യയിലല്ലേ? കേരളം കൈവരിച്ച നേട്ടങ്ങളുടെ പേരിലല്ലേ കേരളത്തെ കുറ്റപ്പെടുത്തുന്നത്? കേരളം കൈവരിച്ച നേട്ടങ്ങൾ പോലെ അതേപോലെ നേട്ടം
മോഡിയുടെ സ്വന്തം ഗുജറാത്തിൽ ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വിദ്യാഭ്യാസ മേഖല, ആരോഗ്യ മേഖല, കാർഷിക മേഖല, നിങ്ങളെല്ലാം എടുത്തു നോക്കൂ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നെല്ലിന് സംഭരണ വില കൊടുക്കുന്നത് എവിടെയാണ്? മറ്റ് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് എവിടെയാണ്? ഇവിടെ വിത്തടക്കമുള്ള ഓരോ കാര്യങ്ങളിലും കേരളം കൊടുക്കുന്ന ഇളവുകളെക്കുറിച്ചും സൗജന്യത്തെക്കുറിച്ചും കൂടി നാം കണക്കിലെടുക്കേണ്ടത്. ഇതെല്ലാം ചെയ്യുന്നത് ഒരു കേരളമാണ്. ഞാൻ ആരോഗ്യ മേഖല നിങ്ങൾ നോക്കൂ, വിദ്യാഭ്യാസ മേഖല നിങ്ങൾ നോക്കൂ, ഇങ്ങനെ ഓരോ മേഖലകൾ നോക്കുമ്പോഴും സമാനതകളില്ലാത്ത വികസന മുന്നേറ്റം കേരളത്തിൽ സാധ്യമാക്കാൻ ഇടതുപക്ഷത്തെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്. ആ ഇടതുപക്ഷം അവർക്കൊരു കരടായി നിൽക്കുന്നുണ്ട്. ഈ ഇടതുപക്ഷം ഇല്ലാണ്ടാവണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒപ്പം തന്നെ വർഗീയതക്കെതിരായിട്ടുള്ള അതിശക്തമായ നിലപാടുകൾ കേരളത്തിൻ്റെ ഒരു ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവണം. അപ്പോൾ വർഗീയതക്കെതിരായ നിലപാടെടുക്കുന്ന ഒരു ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ അതൊരു പ്രത്യേകതയാർന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് ഒരു വലിയ അജണ്ടയാണ്. ആ അജണ്ടയുടെ ഭാഗമായിട്ടാണ് അവർ നിൽക്കുന്നത്. അതൊന്നും കേരളത്തിൽ വിലപ്പോവുകയില്ല. മുതലക്കണ്ണീരും മോഡിക്കണ്ണീരും കേരളത്തിൽ വിലപ്പോവുകയില്ല. അതിൻ്റെ ഒരു പഴയ കാലത്തിൻ്റെ നമ്മൾ പറയുന്ന ഒരു മുതലക്കണ്ണീരിൻ്റെ രീതിയാണ് ഇന്ന് മോഡി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അർഹിക്കുന്ന അവജ്ഞയോടുകൂടി തള്ളിക്കളയും. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു കാര്യം പറയുമ്പോൾ ഇന്ത്യയുടെ ജനങ്ങൾക്ക് ഒരു പുച്ഛവും അവജ്ഞയും ഉണ്ടാക്കുക എന്ന് പറയുന്നത് ശരിയായ കാര്യമല്ല. ആ പ്രധാനമന്ത്രി പദത്തിൻ്റെ ഒരു ഔന്നത്യമുണ്ട്, അദ്ദേഹം കാത്തു പുലർത്തേണ്ടതാണ്. പക്ഷേ എന്നാൽ സങ്കുചിതമായ വർഗീയ വികാരത്തെ ഇളക്കി വിട്ടിട്ടാണ് ഇതിനെല്ലാം മറപിടിക്കാൻ വേണ്ടി അദ്ദേഹം നോക്കുന്നത്. യാഥാർത്ഥ്യങ്ങളിലേക്ക് അതിവേഗം കുതിച്ചു കയറുന്ന ജനങ്ങളാണ് കേരളത്തിലുള്ളത്. അവർക്ക് ഈ യാഥാർത്ഥ്യം ബോധ്യപ്പെടുകയും ഉൾക്കൊള്ളുകയും ചെയ്യും. ഒരു ചോദ്യം കൂടി മിനിസ്റ്റർ, ഇപ്പോൾ തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് മോദി ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത്. ഇത് സാധാരണക്കാരായിട്ടുള്ള, സംസ്ഥാനത്തെ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള കർഷകരെയും മത്സ്യത്തൊഴിലാളികളെയും തിരഞ്ഞു പിടിച്ച് ഇങ്ങനെ ഒരു പരാമർശം നടത്തുന്നു. മറ്റൊന്നും തന്നെ പോകുന്നില്ല. ഈ PMC അടക്കമുള്ള പരാമർശങ്ങൾ വരുന്നുണ്ട് അവിടെ. ഇങ്ങനൊരു പ്രസ്താവന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നടത്തുമ്പോൾ, പ്രത്യേകിച്ചും BJPയുടെ ഒരു അനൗദ്യോഗികമായിട്ടുള്ള നിയമസഭയുടെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ തുടക്കം കൂടിയാണെന്ന് കുറിച്ചിരിക്കുന്നത്. ഇത് സാധാരണ ജനങ്ങൾ വിശ്വസിക്കുമെന്ന് അങ്ങ് കരുതുന്നുണ്ടോ? ഒരിക്കലും വിശ്വസിക്കില്ല. കേരളത്തിലെ കർഷകർക്ക് ലഭ്യമാക്കേണ്ട സഹായങ്ങൾ നിങ്ങൾ ലഭ്യമാക്കൂ. കേരളത്തിലെ കാർഷിക മേഖലയെ ബന്ധപ്പെട്ട് നൽകേണ്ടുന്ന പണം നിങ്ങൾ നൽകൂ. നെല്ല് സംഭരണത്തിൻ്റെ കാര്യത്തിലെങ്കിലും നൽകാനുള്ള പണം നിങ്ങൾ നൽകൂ. നമ്മൾ കേരളം ആവശ്യപ്പെട്ടിരിക്കുന്ന പദ്ധതികൾക്ക് സഹായം നൽകൂ. കേരളത്തിലെ റബ്ബർ കർഷകരെ സഹായിക്കണം, നിങ്ങൾ സഹായം നൽകണം എന്ന് പറഞ്ഞു. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ ഉണ്ടാവുന്നല്ലേ NDAയുടെ ഘടകകക്ഷികളടക്കം പലരും പറഞ്ഞതും. ഒരു രൂപയെങ്കിലും സഹായിക്കാൻ തയ്യാറായോ? നമുക്ക് വിദേശ നാണ്യം നേടിത്തൽകുന്ന എത്രയോ സുഗന്ധവ്യഞ്ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ആ ഏതെങ്കിലും കർഷകരെ സഹായിക്കാൻ കഴിഞ്ഞോ? ഏലം കരിഞ്ഞുണങ്ങി 1 രൂപയുടെ കേന്ദ്ര സഹായം നമുക്ക് കിട്ടിയോ? നമ്മുടെ നാളികേര കർഷകരെ സഹായിക്കാൻ വേണ്ടി എന്ത് ഒരു ഫലപ്രദമായ പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്? ഇതൊന്നും ചെയ്യാതെ ഇരുന്നിട്ടാണ് നമ്മുടെ ബോർഡുകൾ, ഓരോ ബോർഡുകളും ഇന്ന് അപ്രസക്തമായിക്കൊണ്ടിരിക്കുകയല്ലേ. ടീ ബോർഡ്, കോഫി ബോർഡ്, ഓരോ ബോർഡുകളെടുത്ത് ഇപ്പോൾ കേരളം തന്നെ ലോകബാങ്കിൽ നിന്ന് കടമെടുത്തിട്ടുള്ള പൈസ ഉണ്ടായിട്ടാണ് പ്ലാന്റേഷൻ മേഖലയെ സഹായിക്കാൻ കൃഷി വകുപ്പ് തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് കടമെടുപ്പ് പരിധിയെ പോലും വെട്ടിക്കുറച്ചിരിക്കുക. ആ കടമെടുപ്പ് പരിധിയെ പോലും വെട്ടിക്കുറയ്ക്കുകയാണ്. കടമെടുത്ത് കർഷകരെ സഹായിക്കാൻ നിൽക്കുമ്പോൾ അതിന് പോലും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാക്കുന്ന ആൾക്കാർ വന്നിട്ടാണ് വലിയ കർഷക പ്രമം പറയുന്ന തരത്തിലേക്ക് എത്തുന്നില്ല. ഇത് കേവലമായ ഒരു നാടകം മാത്രമാണ്. ഒരു പൊറാട്ട് നാടകത്തിലെ ഒരു കോമാളി വേഷത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി മാറിപ്പോകരുത് എന്നുള്ളതാണ് വിനയപൂർവ്വം അപേക്ഷിക്കാനുള്ളത്.